വന്നിട്ട് ഇപ്പോൾ ആ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എല്ലാം കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെയാണ് കുറേ ഫിലിപ്പ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ഓരോ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് റീച്ച് ഇല്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ മുഖട്ട റീച്ച് ആവുന്ന കുറച്ച് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ റീച്ച് കൂട്ടാൻ നാളല്ലേ ഞാൻ ഞങ്ങൾക്കെന്നെ ചോദിക്കുന്നത്. കാരണം വേണമെങ്കിൽ നിങ്ങളെ വീഡിയോ ഇട്ടോ, എന്തിനാണ് ഞങ്ങളെ വീഡിയോ യൂസ് ചെയ്യുന്നത്? ഇത് കഴിഞ്ഞില്ലേ, നിങ്ങൾ ഓൾറെഡി കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊന്നും ഇല്ലാതെ ഒഴിവാക്കി ഇനി എന്തിനും ഞാൻ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ മാതൃദിനാശംസകളാണെങ്കിൽ ഓക്കെ, ഇയാളെ ഭാര്യയുടെ വീഡിയോ ഇട്ടോ, കാരണം നിങ്ങളെ മോന്റെ ഭാര്യയാണ്, മോന്റെ അമ്മയാണ്, വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അമ്മേന്റെ വീഡിയോ ഇട്ടോ, നിങ്ങൾ പെങ്ങളെ വീഡിയോ ഇട്ടോ, എന്ത് വേണമെങ്കിലും ഇട്ടോ മാതൃദിനാശംസ. എങ്കിൽ ഞങ്ങളെ ഇത് ഉൾപ്പെടുത്തുന്നു. ഞാൻ ഞങ്ങൾ നിങ്ങൾ ആരും ഇല്ലാന്ന് നിങ്ങളെന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ അതിടേണ്ട ആവശ്യമില്ലല്ലോ, ആ വീഡിയോയിലൊരു കാര്യമില്ല. ഇപ്പോഴും ആ ബന്ധം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ സീരിയസ്ലി ഉൾപ്പുണ്ടോ? സ്വന്തം വീഡിയോസ് ഇട്ടിട്ട് ജീവിച്ചു, കണ്ടോന്റെ മുഖത്തിട്ട് ജീവിക്കല്ലേ, കണ്ടോരെ വെച്ച് പൈസ ഉണ്ടാക്കട്ടെ, ദയവ് ചെയ്തിട്ട്. ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഞങ്ങൾക്കിപ്പോൾ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടല്ലാണ്ട് അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞില്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റം പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീഡിയോ ഇടാത്തത്. ഇപ്പം പോലും ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവിലേക്ക് വരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് നിൽക്കാറുള്ളത്. ദയവ് ചെയ്ത് അതിനിട വരുത്തരുത്, അത്രേ പറയാനുണ്ട്. പിന്നെ ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വ്യൂസിനോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരാവാതിരിക്കാൻ വേണ്ടി പറയാണ്. ആ കിങ് ഫാമിലി എന്ന ചാനലിൽ പോസ്റ്റ് ചെയ്ത മാർഗദർശനമായ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല. ഞങ്ങളിപ്പോൾ ആ വീട്ടിലില്ല, ഞങ്ങൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണുള്ളത്. അപ്പോൾ കാരണം വെച്ചാൽ അതിന്റെ താഴെ വന്ന കമന്റ്സ് വെച്ചാൽ എന്താ പറയാ, ഞങ്ങള് ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മേനെ തിരിച്ചറിഞ്ഞത്, അമ്മയുടെ കാര്യങ്ങളൊക്കെ, അമ്മ എന്താണ് അമ്മയുടെ വാല്യൂ തിരിച്ചറിഞ്ഞുള്ള മക്കള് ഇടുന്നൊരു വീഡിയോ പോലെയാണ് അത് ഓൾറെഡി പോസ്റ്റ് ചെയ്തത്. അപ്പം ആൾക്കാർ വിചാരിക്കും, ചിലർ ചിന്തിക്കില്ല, ആൾക്കാർ വിചാരിക്കുക ഞങ്ങളെന്തോ അമ്മേനെ പറ്റി അമ്മേനെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇട്ടൊരു വീഡിയോ പോലെയാണ് ഉള്ളത്. പിന്നെ അതുമല്ല, ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മേനെ ഭാഗം വിളിച്ച് ഓരോ ഭാഗം സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഓര് പറഞ്ഞ കഥകൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട്. ആ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അമ്മേനെ വരെ മനസ്സിലാവും, അങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചിരുന്നോ, ഈ ഒരു 8 മാസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു പോയിരുന്നോ, അതിനു മുൻപ് എന്തൊക്കെ നടന്നിരുന്നു നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. കഴിഞ്ഞാൽ തന്നെ അത് അനുഭവിച്ചവർക്ക് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവും. കേൾക്കുന്നവർക്ക് ഇന്നും അതൊരു കഥ മാത്രമേ. അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കുറേ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് നമുക്ക് വെറുതെ വായ കൊണ്ട് പറയാൻ പറ്റാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ഓരോ ഭാഗം കേട്ടിട്ട് വെറുതെ കുറെ സംസാരിക്കാൻ വരരുത് ദയവ് ചെയ്ത്. ഇതിന്റെ താഴെ കമന്റ് ഇടുന്നവരാണെങ്കിൽ പോലും അമ്മേന്റെ വില മനസ്സിലാവും, ഇവളൊരു അമ്മയായി കഴിഞ്ഞാൽ വില മനസ്സിലാവും, ഞാനൊരു അമ്മയായി കഴിഞ്ഞാൽ വില മനസ്സിലാവും, അങ്ങനെ ഒരിക്കലും പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന ആൾക്കാർക്ക്, ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു കാര്യം അറിഞ്ഞൂടാ, എന്താണ് അവിടെ സംഭവിച്ചെന്ന് ഒരു കാര്യം എനിക്കറിയില്ല. ഞങ്ങളാണെങ്കിൽ ഇത് കുറച്ച് വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു പറഞ്ഞിട്ടില്ല. ഒരു പറയുന്നത് ഓരോ കുറച്ച് ആൾക്കാർക്ക് മാത്രം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് ഞങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ലാതെ ഈ കേൾവിക്കാർക്ക് വേറെ ഒരു കാര്യം അറിയില്ല. അപ്പൊ ദയവായിട്ട് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കും. അത് ഞങ്ങൾക്ക് കാണുന്ന ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സത്യങ്ങളെല്ലാം അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളോട് പറയുന്നത് മക്കൾ ഇങ്ങനെയാണല്ലോ ഞങ്ങളെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെയാണല്ലോ കേൾക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ. ഈ ഒരു വീഡിയോയിൽ ബാക്കിയൊക്കെ കാണിക്കുന്ന ഇവർക്കെതിരെ വന്ന നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതായിരുന്നു ആ ഒരു വീഡിയോയിൽ ഫുള്ളുള്ളായിരുന്നത്. നിങ്ങൾക്ക് കാര്യം അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലതും പറയാം, പക്ഷേ എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല. ഞാൻ 8 മാസമായിട്ട് ഞാനും സഹോദരി ഇപ്പോൾ മാറി വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മയുടെ അതോടെ തന്നെ രണ്ടാം അച്ഛൻ്റെ കൂടെ ഒന്നുമല്ല, അതിന് കാരണങ്ങളുണ്ട്. പക്ഷേ അത് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് കുറേയധികം പേര് ഇവർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്ന സമയത്താണ് ഇവരിങ്ങനത്തെ ഉള്ള ഒരു മറുപടിയുമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ഞങ്ങളെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങളെ ഓരോ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഇങ്ങനത്തെ കമൻസ് നെഗറ്റീവായിട്ട് ഇടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് തോന്നി.
ഞങ്ങൾക്ക് ഇടയിൽ നടന്നത് ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളാണ്. അത് പുറത്ത് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊന്നും അറിയാതെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരുടെ അടുത്താണ് ഇത് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഫുൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.